الرحمن. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني യഫ്ഖഹു കൗലി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അത്തഹസ്സുലിൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, ഖുർആനിൻ്റെ ആയത്തുകൾക്ക് വല്ലാത്തൊരു ആകർഷണീയതയുണ്ട്. അത് മനുഷ്യൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കും, അവൻ്റെ ചിന്തകളെ മാറ്റിമറിക്കും, ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും. ഖുർആനിൻ്റെ ആയത്തുകൾ മനുഷ്യൻ്റെ മനസ്സിനെ കീഴടക്കുന്നതാണ്. മുൻഗാമികളിൽ നിന്ന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ല പ്രമുഖനായ താബിഈയാണ്, വലിയ പണ്ഡിതനാണ്. അദ്ദേഹത്തെ പറ്റിയിട്ട് ഖാസിം ഇബ്നു അയ്യൂബ് റഹിമഹുല്ല പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹു തആല ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്ത് ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുന്നത് കേട്ടു. ഞാൻ 20 തവണ ആ ഒരു ആയത്ത് തന്നെ അദ്ദേഹം ആവർത്തിച്ച് ഓതാൻ, ഹൈഫുലാക്കാൻ വേണ്ടിയിട്ടല്ല, ആ ആയത്തിൻ്റെ അർത്ഥവും ആശയവും ആലോചിച്ചു കൊണ്ടുള്ള പാരായണമാണത്. എന്താണ് ആയത്തിലൂടെ അള്ളാഹു പറയുന്നത്? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ, ഓരോരുത്തരും ചെയ്തതിനുള്ളത് അള്ളാഹു പൂർണ്ണമായിട്ടും നൽകുന്നതാണ്. ഒരാളോടും അള്ളാഹു അക്രമം കാണിക്കുകയില്ല, അനീതി കാണിക്കുകയില്ല. ഇതാണ് ആ ആയത്തിൻ്റെ ആശയം. ഈ ആയത്ത് സഈദ് ഇബ്നു ജുബൈർ റഹിമഹുല്ലാഹു തആല ആവർത്തിച്ച് ഓതിക്കൊണ്ടിരുന്നു എന്നാണ്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട് പ്രിയപ്പെട്ടവരെ. ഏതെങ്കിലും ഒരു ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഓതാൻ നമുക്കെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ആ നിലക്ക് ഖുർആൻ്റെ ആയത്തുകൾ നമ്മുടെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് നമ്മൾ ഉയരണം. അതിന് നമ്മൾ ഖുർആൻ പഠിക്കണം. ഖുർആനുമായിട്ടൊരു അടുത്ത ബന്ധം നമുക്കുണ്ടാകണം. എല്ലാ ആഴ്ചയും തഹസ്സുലിൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ, ഖുർആൻ പഠനത്തിൻ്റെ ഭാഗമാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതൊക്കെയാണ്. അള്ളാഹു ഉപകാരപ്രദമായ അറിവ് നമുക്കെല്ലാവർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ഖുർആനിൻ്റെ വിഷയത്തിൽ ആഴത്തിൽ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ വലിയ സഹായം കൊണ്ട് സൂറത്തുർ റഹ്മാനിൻ്റെ 9 ആയത്തുകൾ നമ്മൾ പൂർത്തിയാക്കി. ഇനി 10-ാമത്തെ ആയത്ത് മുതലുള്ള ഭാഗങ്ങളാണ് നമുക്ക് എടുക്കാനുള്ളത്. അള്ളാഹു മനുഷ്യൻക്ക് നൽകിയ അനുഗ്രഹങ്ങളെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ അള്ളാഹു എണ്ണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ തെളിവുകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി 10-ാമത്തെ ആയത്ത് മുതലുള്ള ഭാഗം നമുക്കൊന്ന് പാരായണം ചെയ്യാം. ആദ്യം ഞാൻ ഓതാം, നിങ്ങൾ കൂടെ പാരായണം ചെയ്യുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വൽ അർദ വദഅഹാ ലിൽ അനാം ഫീഹാ ഫാകിഹത്തുൻ വന്നഖ്ലു ദാതുൽ അക്മാം വൽ ഹബ്ബു ദുൽ അസ്ഫി വറൈഹാൻ. ഒന്നുകൂടി ശ്രദ്ധിക്കുക. والأرض وضعها للأنام فيها فاكهة والنخل ذات الأكمام والحب ذو العصف والريحان. വിശുദ്ധ ഖുർആനിലെ 55-ാമത്തെ അധ്യായം സൂറത്തു റഹ്മാനിലെ 10, 11, 12 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. എന്താണ് 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്? വൽ അർദ വദഅഹാ ലിൽ അനാം, ഭൂമിയെ അവൻ സൃഷ്ടികൾക്ക് വേണ്ടി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് 10-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. ഭൂമിയെ അവൻ സൃഷ്ടികൾക്ക് വേണ്ടി സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. അർദുൻ എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. വദഅ യദഉ എന്ന് പറഞ്ഞാൽ വെച്ചു, സ്ഥാപിച്ചു എന്നൊക്കെയാണ് അർത്ഥം. വദഅ വെച്ചു, യദഉ വെക്കുന്നു.
ലിൽ അനാം. അനാമുൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടികൾ. അനാമുൻ എന്ന പദം ബഹുവചനത്തെയാണ് അറിയിക്കുന്നത്. എന്നാൽ ഇതിന് ഏകവചനമില്ല. അറബി ഭാഷയിൽ ചില പദങ്ങൾ അങ്ങനെയാണ്, അതിന് ബഹുവചനം ഉണ്ടാകും, എന്നാൽ ഏകവചനം ഉണ്ടാവുകയില്ല. അപ്പോൾ ഏകവചനമില്ലാത്ത ബഹുവചനമാണ് അനാം എന്നത്. സൃഷ്ടികൾ എന്നാണ് അനാം എന്ന പദത്തിൻ്റെ അർത്ഥം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇമാം ഖതാദ, ഇമാം മുജാഹിദ്, ഇബ്നു സൈദ് റഹിമഹുമുള്ള ഇവരൊക്കെ അൽ അനാം എന്നതിന് പറഞ്ഞിട്ടുള്ളത് അൽ ഖൽഖ് എന്ന അർത്ഥമാണ്, സൃഷ്ടികൾ എന്ന അർത്ഥമാണ്. ഇമാം ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത് അൽ ജിന്നു വൽ ഇൻസ്. അൽ അനാം എന്നുകൊണ്ടുള്ള ഉദ്ദേശം ജിന്നും മനുഷ്യനുമാണ് എന്നാണ്. ഇമാം ദഹാഖ് റഹിമഹുല്ല പറഞ്ഞിട്ടുള്ളത് ഭൂമിയിലൂടെ നടക്കുന്ന എല്ലാ സൃഷ്ടികളും ആ ഗണത്തിൽ പെടുമെന്നതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നു, ഇവിടെ അൽ അനാം എന്നതിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രത്യേക സമയങ്ങളിൽ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളടക്കം പെടുമെന്നാണ്. നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകളുണ്ട്, അവർ ഈ അൽ അനാം എന്ന പദത്തിൽ പെടും. അവർക്ക് വേണ്ടി കൂടിയാണ് ഈ ഭൂമി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈലത്തുൽ ഖദറിൻ്റെ സമയത്ത് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന മലക്കുകളുണ്ടല്ലോ, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാത്രിയിൽ ഇറങ്ങി വരുന്ന മലക്കുകളുണ്ട്. അതല്ലാതെ ഭൂമിയിലൂടെ യാത്ര ചെയ്യുന്ന മലക്കുകളുണ്ട്. ഇവരൊക്കെ ഈ അൽ അനാം എന്ന പദത്തിൽ ഉൾപ്പെടുമെന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. അപ്പോൾ മുഴുവൻ സൃഷ്ടികളും, മനുഷ്യരും ജിന്നുകളും മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മുഴുവൻ സൃഷ്ടികളും അൽ അനാം എന്ന പദത്തിൽ വരും. അവർക്കൊക്കെ വേണ്ടി അള്ളാഹു ഈ ഭൂമിയെ സ്ഥാപിച്ചിരിക്കുന്നു. അതാണ് 10ാമത്തെ ആയത്തിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എത്ര മനോഹരമായിട്ടാണ് അള്ളാഹു ഈ ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്. മനുഷ്യർക്ക് ജീവിക്കാനും താമസിക്കാനും അനുയോജ്യമായ നിലക്കാണ് അള്ളാഹു ഈ ഭൂമിയെ ഒരുക്കിയിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ 22ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശ. ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നിരിക്കുന്നു. വസ്സമാഅ ബിനാഅ. ആകാശത്തെ അവൻ കെട്ടിടവുമാക്കി തന്നിരിക്കുന്നു, മേൽപ്പുരയുമാക്കി തന്നിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഭൂമിയെ അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി വിരിച്ചു തന്നിരിക്കുകയാണ്. ഭൂമിയെ പറ്റിയിട്ടുള്ള ഖുർആനിൻ്റെ പ്രയോഗങ്ങൾ അത്ഭുതമാണ്, കൗതുകമാണ്. സൂറത്തു തോഹയുടെ 53ാമത്തെ ആയത്ത് നോക്കുക. അള്ളാഹു പറയാണ്, അല്ലദീ ജഅല ലക്കുമുൽ അർദ മഹ്ദ. അവൻ ഭൂമിയെ നിങ്ങൾക്ക് തൊട്ടിലാക്കി തന്നവനാണ്. മഹ്ദ് എന്നാണ് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. മഹ്ദുൻ എന്ന് പറഞ്ഞാൽ തൊട്ടിൽ അല്ലെ. തൊട്ടിലിൽ ആരാ കിടക്കാറുള്ളത്? ചെറിയ കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ്. ആ തൊട്ടിൽ അവർക്ക് എത്ര സുരക്ഷിതമാണ്, എത്ര മനോഹരമായിട്ടും സുന്ദരമായിട്ടുമാണ് അവരതിൽ കിടന്നുറങ്ങുന്നത്. അതുപോലെയാണ് ഭൂമി മനുഷ്യർക്ക്. ഭൂമിയുടെ സൃഷ്ടിപ്പിനെ പറ്റിയിട്ട് ചിന്തിക്കാനും ആ ഭൂമിയിലേക്ക് നോക്കാനും അള്ളാഹു നമ്മളോട് പറയുന്നുണ്ട്. വ ഇലൽ അർദി കൈഫ സുതിഹത്. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, എങ്ങനെയാണ് ആ ഭൂമി പരത്തപ്പെട്ടിട്ടുള്ളത് എന്ന്. 88ാമത്തെ അധ്യായം സൂറത്തുൽ ഖാശിയയിലെ 20ാമത്തെ ആയത്താണത്. നമുക്കെല്ലാവർക്കും സുപരിചിതമായ വചനമാണ്. അപ്പോൾ ഭൂമി അള്ളാഹു എങ്ങനെയാണ് പരത്തിയത് എന്നതിൽ മനുഷ്യർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്, പാഠങ്ങളുണ്ട്. അതിനർത്ഥം ഭൂമിയുടെ ആകൃതി പരന്നിട്ടാണെന്നല്ല. ഇസ്ലാം വിമർശകർ, ഭൗതികവാദികൾ, അവർ ഖുർആനെ പരിഹസിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഖുർആൻ പറയുന്ന ഭൂമി പരന്നിട്ടാണ്, എന്നാൽ ഭൂമിയുടെ ആകൃതി ഗോളാകൃതിയാണ്, ഭൂമി ഉരുണ്ടിട്ടാണ്, ഖുർആനിലെ ഭൂമി പരന്നിട്ടാണെന്നാണ്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ ഭൂമിയുടെ ആകൃതിയെ പറ്റിയിട്ടല്ല പറയുന്നത്. ഭൂമിക്ക് മുകളിൽ നടക്കുന്ന, ജീവിക്കുന്ന, താമസിക്കുന്ന മനുഷ്യരോട് അള്ളാഹു പറയാണ്, ഭൂമിയെ എങ്ങനെയാണ് പരത്തിയിട്ടുള്ളത് എന്ന് നിങ്ങൾ നോക്കൂ എന്ന്. ഭൂമിക്ക് പുറത്തു ചെന്ന് ബഹിരാകാശത്ത് വെച്ച് നിങ്ങൾ ഭൂമിയിലേക്ക് നോക്കൂ, ആ ഭൂമിയെ എങ്ങനെയാണ് അള്ളാഹു പരത്തിയിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്നല്ലല്ലോ ഖുർആനിൻ്റെ ആഹ്വാനം. ഭൂമിക്ക് മുകളിലുള്ളവരോടാണ് പറയുന്നത്, ഭൂമിയിൽ താമസിക്കുന്നവരോടാണ് ഖുർആനിൻ്റെ ആ ചോദ്യം. ഭൂമി ഗോളാകൃതിയിലാണ്, അത് ഉരുണ്ടിട്ടാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല. അത് മുൻഗാമികളായ മുസ്ലിം പണ്ഡിതന്മാർ തന്നെ രേഖപ്പെടുത്തിയ കാര്യമാണ്. ഒരു ഉദാഹരണമായിട്ട് പറയാം, ഇബ്നു ഹസും റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഫസ്ലു ഫിൽ മിലലി വൽ ആറാഇ വൻ നിഹൽ എന്ന കിതാബിൽ പറയുന്നുണ്ട്, ഇമാമാണ് എന്ന് വിശേഷിപ്പിക്കാൻ അർഹതയുള്ള ഒരു മുസ്ലിം പണ്ഡിതനും ഭൂമി ഉരുണ്ടിട്ടാണ് എന്ന കാര്യം നിഷേധിച്ചിട്ടില്ല.
അവരാരും അതിനെ എതിർത്തുകൊണ്ട് സംസാരിച്ച ഒരു വാക്കുപോലും നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. മാത്രമല്ല അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്, ഖുർആനും സുന്നത്തും അറിയിക്കുന്നത് ഭൂമിയുടെ ഗോളാകൃതിയെ തന്നെയാണ്. ഇബ്നു ഹസും റഹിമഹുല്ല ഏത് കാലഘട്ടക്കാരനാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. ഹിജ്റ 456 അദ്ദേഹം വഫാത്താകുന്നത്. 5-ാം നൂറ്റാണ്ടുകാരനാണ്. ഹിജ്റ 5-ാം നൂറ്റാണ്ടുകാരനാണ് ഇബ്നു ഹസും റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. ഏതായാലും പ്രിയപ്പെട്ടവർ, ഇവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, മനുഷ്യർക്ക് താമസിക്കാൻ അനുയോജ്യമായ നിലക്കാണ് അള്ളാഹു ഭൂമിയെ സംവിധാനിച്ചിട്ടുള്ളത്. ഖുർആൻ ഭൂമിയെ പരത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതും ഭൂമിയെ വിരിപ്പാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതും ഭൂമിയെ തൊട്ടിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞതുമൊക്കെ മനുഷ്യർക്ക് താമസിക്കാനും കഴിയാനും ഈ ഭൂമി വാസയോഗ്യമാണ് എന്നതിനെയാണ് അറിയിക്കുന്നത്. അള്ളാഹുവിൻ്റെ ഈ അത്ഭുതകരമായ സൃഷ്ടിപ്പിനെ പറ്റി ചിന്തിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യന് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും. അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനും അവൻ്റെ വിനയമുള്ള അടിമകളായി മാറാനും പറ്റും. ഒരു ഉദാഹരണം എന്ന നിലക്ക് ഞാൻ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്താം. നിങ്ങൾ പലരും വായിച്ചിട്ടുണ്ടാകും, അറിഞ്ഞിട്ടുണ്ടാകും. അറിയാത്തവർക്ക് വേണ്ടി ഒരു പരിചയപ്പെടുത്തൽ. ദർ ഇസ് എ ഗോഡ് എന്ന പേരിൽ ഇംഗ്ലീഷിലൊരു ഗ്രന്ഥമുണ്ട്. ഒരു സൃഷ്ടാവുണ്ട്, ഒരു ഗോഡുണ്ട് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അത് എഴുതിയതാരാന്നറിയോ? അതിൻ്റെ ഓതർ, അതിൻ്റെ രചയിതാവ് ആൻ്റണി ഫ്ലൂ എന്ന ഇംഗ്ലീഷുകാരനാണ്. ഭൗതികവാദിയായി ജീവിച്ച ഒരു മനുഷ്യൻ. 1/2 നൂറ്റാണ്ടിലേറെക്കാലം ഭൗതികവാദത്തിന് വേണ്ടി ഓടി നടന്ന, ആ വാദം സ്ഥാപിക്കാനും ശക്തിപ്പെടുത്താനും പരിശ്രമിച്ച ഒരാൾ. അയാളാണ് എഴുതുന്നത് ദർ ഇസ് എ ഗോഡ്. ആ പുസ്തകത്തിൻ്റെ കവർ പേജിലുള്ളൊരു വാചകം കൂടി ഞാൻ പറയാം. ഹൗ ദ വേൾഡ്സ് മോസ്റ്റ് നൊട്ടോറിയസ് എയ്ത്തിസ്റ്റ് ചേഞ്ച്ഡ് ഹിസ് മൈൻഡ്. എങ്ങനെയാണ് ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധനായ ഭൗതികവാദികളിൽ ഒരാൾ അദ്ദേഹത്തിൻ്റെ മനസ്സു മാറ്റിയത് എന്ന്. ഇതാണ് ആ പുസ്തകത്തിൻ്റെ കവർ പേജിലുള്ളത്. ആ പുസ്തകത്തിലെ 113-ാമത്തെ പേജിൽ അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്ന വളരെ ചിന്തനീയമായ ഒരു ഭാഗമുണ്ട്. ഡിഡ് ദ യൂണിവേഴ്സ് നോ യു വർ കമ്മിങ്. ദർ ഇസ് എ ഗോഡ് എന്ന പുസ്തകത്തിലെ 6-ാമത്തെ അധ്യായമാണത്. ആ അധ്യായത്തിൻ്റെ ടൈറ്റിലാണ് പ്രപഞ്ചത്തിന് അറിയാമായിരുന്നോ നിങ്ങൾ വരുമായിരുന്നു എന്ന്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഒരു ഉദാഹരണത്തിലൂടെ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അടുത്ത വെക്കേഷനിൽ നിങ്ങൾ ബുക്ക് ചെയ്ത ഒരു ഹോട്ടൽ മുറിയിലേക്ക് പ്രവേശിക്കാൻ. അവിടെ നിങ്ങളുടെ കട്ടിനരികിലുള്ള ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ടുള്ള CD പ്ലെയറിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളും ശബ്ദവും കേൾക്കുന്നു. ആ റൂമിലെ ചുമരിൽ തൂങ്ങിക്കിടക്കുന്ന ചിത്രം, അത് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചിത്രമാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഗന്ധം കൊണ്ട് ആ മുറി നിറക്കപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നൊരു കൗതുകവും അത്ഭുതവും ഉണ്ടല്ലോ. ആ അത്ഭുതത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ ബാഗൊക്കെ താഴെ വെച്ച് അവിടെയുള്ള മിനി ബാർ തുറന്നു. ആ മിനി ബാർ തുറന്നപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, നിങ്ങൾ കുടിക്കാൻ കൊതിക്കുന്ന പാനീയങ്ങളാണ് അവിടെയുള്ളത്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റും മിഠായികളും നിങ്ങൾ അതിൽ കണ്ടു. മാത്രമല്ല, അതിൽ നിങ്ങൾ കണ്ട വെള്ളത്തിൻ്റെ കുപ്പി പോലും നിങ്ങൾ തിരഞ്ഞെടുക്കാൻ കൊതിക്കുന്ന ബ്രാൻഡാണ്. അതിനുശേഷം നിങ്ങൾ ആ മുറിയിലൂടെ ഒന്ന് കണ്ണോടിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്തൊരു അത്ഭുതം, അവിടെ മേശപ്പുറത്ത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ്റെ ലേറ്റസ്റ്റായ പുസ്തകം അവിടെ ഉണ്ട്. പിന്നെ നിങ്ങളുടെ ശ്രദ്ധ ബാത്റൂമിലേക്ക് പോയി. നിങ്ങളുടെ ഏറ്റവും പേഴ്സണലായ ആ കാര്യത്തിൽ പോലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വസ്തുക്കളാണ് അവിടെ നിങ്ങൾ കണ്ടത്. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ഇതൊക്കെ യാദൃച്ഛികമായിട്ട് സംഭവിച്ചതാണ് എന്ന് നിങ്ങൾ പറയുമോ? അതല്ല, ഈ ഹോട്ടലിലെ മാനേജർ നിങ്ങളെ പറ്റിയിട്ട് നന്നായിട്ട് പഠിച്ചു, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു, അങ്ങനെ നിങ്ങൾക്ക് അനുയോജ്യമായ കാര്യങ്ങൾ നിങ്ങൾ ബുക്ക് ചെയ്ത മുറിയിൽ ഒരുക്കി വെച്ചു എന്ന് നിങ്ങൾ പറയുമോ? ഈ അധ്യായം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എങ്ങനെയെന്നറിയോ? തീർച്ചയായിട്ടും നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അള്ളാഹു ഈ ആകാശവും ഭൂമിയും ഈ പ്രപഞ്ചവും മനുഷ്യർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഈ സംവിധാനങ്ങളെ പറ്റിയിട്ടും സൃഷ്ടിപ്പിനെ പറ്റിയിട്ടും ശരിക്കും ആലോചിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിനെ കണ്ടെത്താൻ കഴിയും, അത് ഉറപ്പാണ്. അതിനുള്ള ഒരു ഉദാഹരണം എന്ന നിലക്കാണ് ആൻ്റണി ഫ്ലൂ എന്ന ഈ ഭൗതികവാദിയുടെ മാറ്റത്തെ ഇവിടെ ഉണർത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ഒക്കെ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ. ഏതായാലും പ്രിയപ്പെട്ടവരെ, സൂറത്തുർ റഹ്മാനിലെ 10-ാമത്തെ ആയത്ത് ഒന്നുകൂടി ശ്രദ്ധിക്കുക. വൽ അർദ വദഅഹാ ലിൽ അനാം. ഭൂമിയെ അവൻ സൃഷ്ടികൾക്ക് വേണ്ടി
വച്ചിരിക്കുന്നു. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട വേറൊരു കാര്യം, അറബി ഭാഷയിൽ ആകാശവും ഭൂമിയും ഒക്കെ പെണ്ണാണ്. കഴിഞ്ഞ ഭാഗത്ത് ആകാശത്തെ പറ്റി പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് എന്താണ്? വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ. റഫഅഹ, അത് പെണ്ണായതുകൊണ്ടാണ് റഫഅഹ എന്ന് പറഞ്ഞത്. ആണാണെങ്കിൽ എന്താ പറയുക? റഫഅഹു എന്നാണ് പറയുക. ഇവിടെ ഭൂമിയെ പറ്റി പറഞ്ഞപ്പോഴും വൽ അർദ വദഅഹ ലിൽ അനാം എന്നാണ് പറഞ്ഞത്. ആണാണെങ്കിൽ വദഅഹു എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആകാശവും ഭൂമിയും അറബി ഭാഷയിൽ പെണ്ണാണ്. തുടക്ക ഭാഗത്ത് നമ്മൾ 10, 11, 12 ആയത്തുകൾ പാരായണം ചെയ്തിരുന്നു. ആ 3 ആയത്തുകളും ഈ ദർസിൽ പൂർത്തിയാക്കാമെന്നാണ് വിചാരിച്ചിരുന്നത്. എന്നാൽ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് തൽക്കാലം ഈ ഒരു ആയത്തോടു കൂടി ഈ ദർസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ആയത്തുകൾ വരുന്ന ദർസുകളിൽ നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു കൂടുതൽ അറിയാനും പഠിക്കാനും നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. ഉപകാരപ്രദമായ അറിവ് എപ്പോഴും അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.